സ്നേഹം നിറഞ്ഞ മാന്യ പ്രേക്ഷകർക്ക് ഉയരങ്ങൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നത് തേവര മട്ടമ്മൽ ജംഗ്ഷനിൽ ബൊണീട്ട ബ്യൂട്ടി ക്ലിനിക് എന്ന സ്ഥാപനത്തിലാണ്. ഇവിടെ മെൻസിനും അതുപോലെ തന്നെ വുമൻസിനും എങ്ങനെ സൗന്ദര്യം ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ സൗന്ദര്യവതികളാകാം എന്നുള്ള ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഉടമസ്ഥനായ മിസ്റ്റർ ബൈജുവുമായിട്ട് കുറച്ചു നേരം സൗന്ദര്യത്തെപ്പറ്റി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം. ഈ ബൊണീട്ട ബ്യൂട്ടി ക്ലിനിക് ഫോർ മെൻസ് ആൻഡ് വുമൻസ് ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ബൊണീട്ട ബ്യൂട്ടി ക്ലിനിക് എന്ന് പറഞ്ഞ സ്ഥാപനം 2 വർഷമായിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട്. അതിന് മുമ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗ്രാൻഡ് ഹോട്ടൽ ഓലയിൽ നിന്നുള്ള എക്സ്പീരിയൻസിൻ്റെ പുറത്ത് അവർ ആ ധൈര്യത്തിലാണ് ഞങ്ങളിവിടെ സ്വന്തമായിട്ട് വന്ന് തുടങ്ങി. നന്നായിട്ട് പോകുന്നു. കസ്റ്റമേഴ്സ് വന്ന് അവർ 100% കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. 100% സംതൃപ്തിയോടുകൂടെ അവർ തിരിച്ചു പോകുന്നു. അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ ബൊണീട്ട എന്ന് പറഞ്ഞ ഈ പേര് വീട്ടിലാരുടെയെങ്കിലും എവിടെ നിന്നാണ് താങ്കൾക്ക്? ഇല്ല, അത് ഒരു നെറ്റിൽ നിന്ന് എടുത്തതാണ്. ശരിക്കും ഒരു വേൾഡ് നെയിമാണ്. അതായത് സ്പാനിഷ് നെയിമാണ്. സ്പാനിഷ് അത് ഗുഡ് വിൽ, സന്തോഷമായിട്ട് വന്നു, സന്തോഷമായിട്ട് പോകുന്നു. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ താങ്കൾ ശരിക്കും ഈ ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ ബ്യൂട്ടി കോഴ്സിന് എവിടെയെങ്കിലും കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ബാംഗ്ലൂർ അശോക ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഒരു 8 വർഷം മുമ്പാണ് ഞാൻ അതിൻ്റെ കോഴ്സിന് ചെന്ന് ചേരുന്നത്. പ്രേരണയല്ല, സ്വന്തമായിട്ട് തന്നെ. പിന്നെ വീട്ടുകാർ ഹെൽപ്പ് ചെയ്തു. സാമ്പത്തികം മെയിൻ പ്രശ്നമായിരുന്നു. അപ്പോൾ വീട്ടുകാർ ഹെൽപ്പ് ചെയ്തു. 8 വർഷം മുമ്പ് അശോക ഹോട്ടലിൽ പോയി 6 മാസത്തെ കോഴ്സായിരുന്നു. 6 മാസത്തെ കോഴ്സ് അവിടെ നിന്ന് പാസ്സായി. പിന്നെ അവിടെ തന്നെ ഒരു 6 മാസം നിന്ന് അത് കഴിഞ്ഞാണ് ഗ്രാൻഡ് ഹോട്ടലിൽ ഒലയിലൊക്കെ വരുന്നത്. അവിടെ ഒരു 8 വർഷത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് സ്വന്തമായിട്ടൊരു സ്ഥാപനം നമ്മുടെ മനസ്സിൽ സ്വപ്നമായിരുന്നു. തീർച്ചയായിട്ടും അത് സ്വന്തമായിട്ട് ദൈവം സഹായിച്ചിത്രമൊക്കെ ആയി നല്ല രീതിയിൽ പോകുന്നു. 8 വർഷം നമുക്ക് പുറകോട്ട് പോവുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു ജനങ്ങളുടെ മനസ്ഥിതി സൗന്ദര്യത്തെപ്പറ്റി, സ്വന്തം സൗന്ദര്യത്തെപ്പറ്റി ഉള്ള കാഴ്ചപ്പാട് ഇങ്ങനെ തന്നെ ആയിരുന്നു, അതോ അത് കുറച്ച് കാഴ്ചപ്പാട് കൂടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകാൻ മടിച്ചിരുന്ന ആൾക്കാർ പോലും കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അത് നേരെ മറിച്ചായിരിക്കണം. അങ്ങനെ ആയിരിക്കുള്ളൂ. അതെ, തീർച്ചയായിട്ടും. നമ്മൾ തന്നെ പോകാൻ മടിച്ചിരുന്നുണ്ട്. ബ്യൂട്ടി പാർലർ എന്ന് കേൾക്കുമ്പോൾ നമ്മളെന്തോ വലിയ സ്ഥാപനമാണ്, അല്ല നമുക്ക് പോകാൻ പറ്റാത്തൊരു ഇടമാണെന്നുള്ളൊരു ധാരണയായിരുന്നു മനുഷ്യൻ. ഇപ്പം അങ്ങനെയല്ലേ. ഇപ്പോൾ എല്ലാം ഗ്രാമങ്ങളിൽ പോലും ഒരു ഫംഗ്ഷൻ നടക്കുവാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് ഹെയർ കട്ടിങ് ചെയ്യണമെങ്കിൽ തന്നെ ബ്യൂട്ടി പാർലറിനെങ്കിൽ പോയി ചെയ്യണമെന്നുള്ള മൈൻഡ് ഇപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. ഗ്രാമങ്ങളിലാണെങ്കിൽ പോലും അല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഒത്തിരി പേര് ഇതിനു വേണ്ടി ഇറങ്ങുന്നുണ്ട്. സ്വന്തം ശരീരം സൂക്ഷിക്കാൻ, സൗന്ദര്യം, ശരീരം, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ നഖം വരെ വെട്ടി, അതായത് പെഡിക്യൂർ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ പെഡിക്യൂർ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ കാല് മുതൽ തലമുടി വരെ. അതായത് ഇപ്പോൾ ഈ ഷോപ്പിൽ വന്നിട്ട് നമുക്ക് എല്ലാം ബോഡി മസാജ് ഉൾപ്പെടെ നമുക്ക് ചെയ്തു പോകാനുള്ള സൗകര്യം ഞങ്ങളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ബോഡി മസാജ് എന്ന് പറഞ്ഞാൽ സ്പായുടെ ഉണ്ട്, അല്ലാതെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. എന്തെല്ലാം ട്രീറ്റ്മെന്റ് ആണ് നിങ്ങളിവിടെ പൊതുവെ ചെയ്തു കൊടുക്കുന്നത്? സാധാരണ ട്രീറ്റ്മെന്റ് എന്തെല്ലാം? സാധാരണ ട്രീറ്റ്മെന്റ് മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഫേഷ്യൽസ് ഉണ്ട്, അതുപോലെ തന്നെ പെഡിക്യൂർ, മാനിക്യൂർ, പിന്നെ ഓയിൽ മസാജ്, നമ്മുടെ ഹെയർ ഫോളിങ്ങിന് ഓയിൽ മസാജ് ഉണ്ട്, പിന്നെ ഹെയർ കട്ടിങ്, പിന്നെ ഫേഷ്യൽ. പിന്നെ ഈ കല്യാണത്തിന് ഇപ്പോൾ മുമ്പ് കല്യാണത്തിന് നമ്മൾ ഒരുക്കങ്ങളെന്താണെന്ന് പോലും അറിയാൻ പാടാത്ത ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ എല്ലാവരും ബ്യൂട്ടി പാർലറിലേക്ക് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് വിളിച്ച് നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ സർവീസ്, അതായത് ഹോം സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ചെന്ന് നല്ല രീതിയിൽ ചെയ്ത് അവർ സംതൃപ്തിയോടുകൂടെ നമ്മൾ പറഞ്ഞു വിടുന്നു, അവർ സംതൃപ്തിയോടുകൂടെ പോകുന്നു. അങ്ങനെയുള്ള ഒരു
വൈദ്യുതി പറയുമ്പോൾ എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. കാരണം ഫേഷ്യൽ ഏതൊക്കെ ടൈപ്പ്, ഏതൊക്കെ കമ്പനിയുടെ, എന്തൊക്കെ ഒന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും. അതായത് ഇപ്പം നമുക്കിപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചോദിക്കണം ഷഹനാസിൻ്റെ ആയിരിക്കും. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന് അറിയാവുന്നത് സംഭവം ഷഹനാസായിരിക്കും ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഷഹനാസ് ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ നാച്ചുറൽസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്, പിന്നെ ഐവോർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ ഒത്തിരി പ്രോഡക്റ്റ് ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. നമുക്കിപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പോഴും ഷഹനാസിൻ്റെ തന്നെ. ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കസ്റ്റമേഴ്സ് സംബന്ധിച്ചോട് പോകുന്നത് ഷഹനാസ് ഫേഷ്യൽ ചെയ്തിട്ടാണ് പോകുന്നത്. ഫേഷ്യലിങ് എത്ര സമയം? 1 മണിക്കൂർ. ഞാൻ ചോദിക്കാന്ന് വെച്ചാല് കൊച്ചിയുടെ അല്ലെങ്കിൽ എറണാകുളത്തെ മേജർ ടൗണിൽ തന്നെ നിൽക്കുന്നത്, സെൻട്രലാണ്. ആർക്കും ഇപ്പൊ ഞങ്ങൾക്ക് സമയമില്ല ആർക്കും, പക്ഷെ എന്നാൽ പെട്ടെന്ന് സൗന്ദര്യത്തിന്റെ ഒരു ആവശ്യകതകളുണ്ട്. ആ ടൈം ഡ്യൂറേഷൻ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ ഒരു ഫുൾ ഫേഷ്യൽ ചെയ്യുവാണെങ്കിൽ 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ വരെ ടൈം എടുക്കാം. അതിൻ്റെ ഹാഫായിട്ട് ചെയ്യുവാണ്. അപ്പോൾ ക്ലീനപ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഫേഷ്യലിൻ്റെ അതേ എഫക്റ്റ് തന്നെ വരും. അത് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൽ തീർക്കാം നമുക്ക്. ഫുൾ ഫേഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത് 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അത് 1.5 മണിക്കൂറാവാം. ഇപ്പോൾ ഗോൾഡ് ഫേഷ്യലൊക്കെ ആകുമ്പോൾ 1.5 മണിക്കൂറാവും. 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഡയമണ്ട്സ് ഒക്കെ ആകുമ്പോൾ 1.5 and 2 hours ഒക്കെ അങ്ങനെ വരും. ഓരോ പ്രോഡക്റ്റിനും ഒരു ടൈമിങ്ങാണ്. ഓർഡിനറി ഒക്കെ ആകുമ്പോൾ 1 hour, ഏറ്റവും കുറഞ്ഞ ടൈം 1 hour ആവും ചെയ്ത് തരുമ്പോൾ. അതിനോടൊപ്പം തന്നെ പുരുഷന്മാർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് തലയിലുള്ള നമ്മുടെ താരനാണ്. ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾ ചെയ്തിട്ടിരിക്കുന്നത് ഓയിൽ മസാജാണ്. പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ പുതിയ പ്രോഡക്റ്റ് ലോറിയലിൻ്റെ തന്നെ സ്പാ എന്ന് പറഞ്ഞ പുതിയ പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത് ചെയ്ത് 100% ഹാപ്പിയോടുകൂടെ തന്നെ കസ്റ്റമേഴ്സ് പോകുന്നത്. അതായത് ഇപ്പോൾ 10 daysനുള്ളിൽ ഒരു പ്രാവശ്യം ചെയ്ത് അടുത്ത 10 daysനുള്ളിൽ വീണ്ടും ചെയ്യുക. അത് 6 സിറ്റിങ് ഞങ്ങളിവിടെ പറയുന്നത്. 6 സിറ്റിങ് കറക്റ്റായിട്ട് വന്ന് ചെയ്യുവാണെങ്കിൽ വീണ്ടും നമ്മളത് ചെയ്ത് നോക്കുക. ചെയ്ത് നമുക്ക് നല്ല പൂർണ്ണ ഇതാണെങ്കിൽ നമുക്ക് വീണ്ടും അത് ഈ 10 days എന്നുള്ളത് നമുക്കൊന്ന് വീണ്ടും അത് ഒരു മാസത്തിൽ മന്ത്ലി 1 time അങ്ങനെ ഒരു ചെയ്ത് പോകാം. അങ്ങനെ വല്ല സ്കീമുണ്ട്, ഇവിടെ ഉണ്ട്, ഒത്തിരി സ്കീംസ് ഉണ്ട്. പിന്നെ ഒരു പാക്കേജ് പോലെ ഉണ്ട്. നമുക്കിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പാക്കേജ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു ഫേഷ്യൽ, ഹെയർ കട്ടിങ്, പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, ഈ താരൻ്റെ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അതെല്ലാം ഉൾപ്പെടെ ഒരു പാക്കേജ് പോലെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ആശ്രയിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അതാകുമ്പോൾ ഇപ്പോൾ ടൈമില്ലാത്ത ആൾക്കാർ ഈ പാക്കേജിൽ ടൈമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 1-2 കാര്യങ്ങൾ, ഇപ്പോൾ ഹെയർ കട്ടിങ് അല്ലെങ്കിൽ ഒരു ഫേഷ്യലും ചെയ്തിട്ട് പോകാം. പിന്നാണ്ട് ബാക്കിയുള്ളത് ഇപ്പോൾ 1-2 കൂട്ടം ചെയ്യാനുണ്ടെങ്കിൽ അത് അടുത്ത ദിവസം വന്ന് നമുക്ക് ടൈം ഉള്ളതുപോലെ അങ്ങനെ വന്ന് ചെയ്യാം. അങ്ങനെയുള്ളൊരു ഇതാണ് പാക്കേജ് ഇപ്പം എന്ന് പറയുന്നത്.